പുഡിങ്സ് ഇഷ്ടമില്ലാത്ത ആരല്ലേ? പ്രത്യേകിച്ച് പറഞ്ഞാൽ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് എല്ലാം കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് പുഡിങ്സ്. എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്, എനിക്ക് പുഡിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നല്ലൊരു ഡിസേർട്ട് ഐറ്റമാണ്. ഇപ്പം നമ്മളൊരു നാടൻ എന്താ പറയുക, പലഹാരങ്ങളും പായസം പോലെയുള്ള മധുരങ്ങളും അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ അങ്ങനെ കാര്യങ്ങൾ, രസഗുള, ഇതെല്ലാം ഡിസേർട്ട്സിൻ്റെ കൂട്ടത്തിൽ വരും. പക്ഷേ അതിനേക്കാട്ടിലപ്പുറത്തേക്ക് അതൊക്കെ ഇന്ത്യൻ സ്വീറ്റ്സാണ്. അല്ലാണ്ട് ഡിസേർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പലതരം പുഡിങ്ങുകളാണ്. അപ്പോൾ മാജിക് അവനിൽ ഒരുപാട് പുഡിങ്സ് നമ്മൾ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇതും വളരെ വ്യത്യസ്തമായ ഒരു പുഡിങ്ങാണ്, പക്ഷേ ഉണ്ടാക്കാൻ വളരെ ഈസി, ഏറ്റവും സിമ്പിളെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബിസ്ക്കറ്റ് ആൻഡ് ഓറഞ്ച് പുഡിങ്ങാണ്. ചെറിയൊരു ഓറഞ്ച് ഫ്ലേവർ കൊടുത്തിട്ട് ബിസ്ക്കറ്റൊക്കെ ചേർന്ന് വരുന്ന ഒരു രസകരമായ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസ്ക്കറ്റ് ആൻഡ് ഓറഞ്ച് പുഡിങ് ചേരുവകൾ: മിൽക്കി മിസ്റ്റിൻ്റെ ടോൺഡ് മിൽക്ക് 1 കപ്പ്, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് 400 ഗ്രാമിൻ്റെ 1 ടിൻ, മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ ഫ്രഷ് ക്രീം 250 ml അഥവാ 1 കപ്പ്, ഓറഞ്ചിൻ്റെ ജ്യൂസ് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ആകാം, ബിസ്ക്കറ്റ് 25 എണ്ണം മുതൽ ആവശ്യാനുസരണം, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/2 കപ്പ്. ഇനി ആദ്യത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് വേണം. കുറച്ച് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും ആകാം. ഇത് എന്താ പറയുക, ഇത് സാധാരണ സ്വീറ്റ് ബിസ്ക്കറ്റാണ്. അതല്ലാണ്ട് കുക്കീസ് പോലെയുള്ള ബിസ്ക്കറ്റ് ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്, ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ടാകും, ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. അത് മിൽക്ക് ചോക്ലേറ്റ് ആവാം, ഡാർക്ക് ചോക്ലേറ്റ് ആകാം, ഏതായാലും പ്രശ്നമില്ല. പിന്നെ പ്രധാനമായിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്ക് ഉണ്ട്, സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്, പിന്നെ അതുപോലെ തന്നെ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ ഫ്രഷ് ക്രീം ആൻഡ് ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു 1/4 കപ്പ് വരെ എടുത്ത് വയ്ക്കുക. ഇനി പ്രോസസ്സിലേക്ക് കിടക്കുന്നു. ഒരു മിക്സിയുടെ ബൗളിലേക്ക് 2 കാര്യങ്ങൾ, അതായത് ഇതിപ്പോൾ ഏകദേശം 400 ഗ്രാമാണ്. 1 ടിൻ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്. ഇതിൻ്റെ ചെറുതും കിട്ടും, പക്ഷേ ഇതിപ്പോൾ ഞാൻ വലുതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 400 ഗ്രാമിൻ്റെ മിൽക്കി മിസ്റ്റ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ഞാൻ ഈ ബ്ലെൻഡറിൻ്റെ അകത്തേക്ക് ഇടുന്നു. കംപ്ലീറ്റ് എടുത്തു. ഇനി വേണ്ടത് മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ ഫ്രഷ് ക്രീം. ഇത് 250 ml, അതും കൂടി ഒഴിക്കാം. മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഇപ്പോൾ ചീസാണെങ്കിലും ക്രീം ചീസാണെങ്കിലും ഇതുപോലെ ഫ്രഷ് ക്രീം എല്ലാം നല്ലതാണ്. പാല്, ഓൾ ഗുഡ്. അത് കംപ്ലീറ്റ് 250 ml എടുക്കും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഓറഞ്ച് ഫ്ലേവർ കൊടുക്കും. ഓറഞ്ച് ഫ്ലേവറിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ആകാം. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് അതും കൂടി ഒഴിക്കാം. ഇതിനകത്തേക്ക് ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിക്കുന്നു. നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ കിട്ടും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തൊരു ചെറിയ കാര്യമാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. ചെറിയൊരു മിശ്രിതം ഉണ്ടാക്കാം. കട്ടയില്ലാണ്ട് സ്മൂത്തായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 3/4 കപ്പ് പാല് ഇതിനകത്തേക്ക് ഒഴിക്കും. ഇനി പാല് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർക്കും. എന്നിട്ട് കുറുകിയ രീതിയിലൊരു പേസ്റ്റ് ഉണ്ടാക്കണം. ഒരു കുറുകിയ ഒരു ക്രീമി ആയിട്ടൊരു കാര്യം ഉണ്ടാക്കണം. പാല് നല്ല ചൂടായി തിളയ്ക്കാറാകുന്നു. ഇനി തീ അല്പം ഒന്ന് കുറച്ചിട്ട് ഈ ഒരു കോൺഫ്ലവർ മിശ്രിതവും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ കലക്കിയതും കൂടി ചേർത്തു. ഇനി ഇതൊന്ന് തിക്കാകട്ടെ. വീണ്ടും തീ കൂട്ടി കൊടുക്കുന്നു. കൈയെടുക്കാണ്ട് ഇളക്കാം. നന്നായിട്ട് കുറുകി വരും. പെട്ടെന്ന് തന്നെ അത് കുറുകിയ കാര്യങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു.
ഇത് നോക്കിയേ, സ്മൂത്തായിട്ടുള്ളൊരു ക്രീമി കോൺഫ്ലവർ ആൻഡ് മിൽക്ക്, ഒരു ക്രീമി മിൽക്ക് മിക്സ്ചറായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് ഓറഞ്ച് ജ്യൂസ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഒരു അല്പം തണുത്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കോൺഫ്ലവർ മിശ്രിതം ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ബിസ്ക്കറ്റ് റെഡി, കസ്റ്റേർഡ് ഈസ് റെഡി. ഇത് ഓറഞ്ച് ക്രീം കസ്റ്റേർഡ് ആൻഡ് ചോക്ലേറ്റ് ഗ്രേറ്റർ എല്ലാം റെഡി. ഇനി ഒരു സ്ക്വയർ പാത്രത്തിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ അടുക്കി വയ്ക്കാം. ബിസ്ക്കറ്റ് നമ്മൾ എടുക്കുന്ന പാത്രത്തിന് എത്രത്തോളം അതിനാവശ്യം അതനുസരിച്ചിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അല്പം ഓവർലാപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ കസ്റ്റേർഡ് ഒഴിക്കാം. ഇനി ബിസ്ക്കറ്റെല്ലാം കുതിർന്ന് കുറച്ചുകൂടി ഇതുമായിട്ട് ബ്ലെൻഡായി വരും. ഇനി അടുത്തൊരു റോ ഓഫ് ബിസ്ക്കറ്റ്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്, കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റഡ്. ഓറഞ്ചും ചോക്ലേറ്റും നല്ല കോമ്പിനേഷനാണ്. ഒരു ഓറഞ്ച് ഫ്ലേവറിനോടൊപ്പം ചോക്ലേറ്റ് ഇപ്പോൾ എപ്പോഴും നല്ലൊരു തമ്മിൽ നല്ല എന്താ പറയുക, പരസ്പര പൂരിതം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ലെയർ. ആഹാ, നല്ല ചോക്ലേറ്റ് മണം. ഇനി വീണ്ടും കസ്റ്റേർഡ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റേർഡ് കുറച്ചുകൂടി തിക്കറായിട്ടും ചെയ്യാം. അതിന് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താൽ മതി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഈ ബിസ്ക്കറ്റൊക്കെ കുറച്ചൊന്ന് കുതിർന്ന് വരുമ്പോൾ അത് കുറച്ചുകൂടി ടൈറ്റായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലത്. വീണ്ടും ചോക്ലേറ്റ്. ഇനി അടുത്ത ലെയർ. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റേർഡിൻ്റെ ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ബിസ്ക്കറ്റ്സ് വരേണ്ടത്. നല്ല ഒരു ഫ്ലേവർഫുള്ളായിട്ട് കിട്ടും. ഇനി ബാക്കി കസ്റ്റേർഡും കൂടി ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ്, പെർഫെക്റ്റ്, അത്രയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ചോക്ലേറ്റ്. കഴിഞ്ഞു. അങ്ങനെ നല്ല മനോഹരമായ യമ്മി പുഡിംഗ് വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഓറഞ്ച് ആൻഡ് ബിസ്ക്കറ്റ് ക്രീം പുഡിംഗ് ഈസ് റെഡി. അതിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ പേരും കൂടി കയറ്റാം. വേണമെങ്കിൽ ഓറഞ്ച് ചോക്ലേറ്റ് ആൻഡ് ബിസ്ക്കറ്റ് പുഡിംഗ് ഈസ് റെഡി എന്ന് പറയാം. ഈ രീതിയിൽ. ഇനി ഇത് നല്ലതായിട്ട് ചിൽഡായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ചിൽഡായിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ നല്ല തണുപ്പിച്ച് കഴിക്കുക. അപ്പോൾ നേരെ ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കുതിർന്ന് ആ ക്രീമി ആയിട്ടുള്ള ആ കസ്റ്റേർഡും പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഒരു ഓറഞ്ച് ആൻഡ് ക്രീമി ആൻഡ് എന്താ പറയുക പാലിൻ്റെയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ചോക്ലേറ്റാണ് ഗംഭീരമായിരിക്കും. ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറിയ മധുരവും ഒക്കെ ആയിട്ട്
അടിപൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വ്യത്യസ്തമായൊരു തൈര് സാദമാണ്. ഇത് സാധാരണ നമ്മൾ പല ടൈപ്പ് ഓഫ് തൈര് സാദം ഉണ്ടാക്കാറുണ്ട്. ചോറിലുണ്ടാക്കാറുണ്ട്, പിന്നെ അതുപോലെ സേമിയ വേർമിസെല്ലിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മില്ലറ്റ്സിൽ നമുക്ക് തൈര് സാദം ഉണ്ടാക്കാം. ഇതൊന്നുമല്ല, ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ പോഹ കൊണ്ടുണ്ടാക്കാം. പോഹ പറഞ്ഞാൽ അവൽ കൊണ്ടൊരു തൈര് സാദം ഉണ്ടാക്കാൻ പോണു. വളരെ വളരെ ടേസ്റ്റിയാണ്, അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ തൈര് സാദം അഥവാ പോഹ തൈര് സാദം. ചേരുവകൾ: അവൽ 2 കപ്പ്, മിൽക്കി മിസ്റ്റിൻ്റെ തൈര് 2 കപ്പ്, മിൽക്കി മിസ്റ്റിൻ്റെ ടോൺഡ് പാല് 1 കപ്പ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1/2 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 ടീസ്പൂൺ, കടലപ്പരിപ്പ് 2 ടീസ്പൂൺ, വറ്റൽമുളക് 4 മുതൽ 6 വരെ ഉപയോഗിക്കാം, കറിവേപ്പില ആവശ്യാനുസരണം, പച്ചമുളക് 1 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ, സവാള ചെറുതായി അരിഞ്ഞത്, കപ്പലണ്ടി 1/2 കപ്പ്. അപ്പോൾ നമ്മുടെ അവൽ കൊണ്ടുള്ള തൈര് സാദം തയ്യാറാക്കി തുടങ്ങാം. എൻ്റെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. കുറച്ച് തൈരുണ്ട്, പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം പാൽ ഉപയോഗിച്ചാൽ മതി. വെളുത്ത അവലാണ്, ദേ നോക്കിയേ, വൈറ്റ് പോഹ. അങ്ങനെ ഇതിനെ ഒന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി ഊറ്റിക്കൊണ്ടുവരാം. അതാണ് ആദ്യത്തെ ജോലി. പിന്നെ കുറച്ച് നമ്മുടെ തൈര് സാദത്തിന് വേണ്ട ബാക്കി പാരഫർനാലിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഇതിപ്പോൾ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് അതിൽ ചേർക്കാം. ഇതിപ്പോൾ ക്യാരറ്റാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കപ്പലണ്ടിയാണ് ഇപ്പോൾ ചേർക്കുന്ന മറ്റൊരു കാര്യം. അതിന് പകരം അണ്ടിപ്പരിപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ യോഗേർട്ടാണ്, തൈരാണ്, കേർഡ്. അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പോഹയും 2 കപ്പുണ്ട്. പിന്നെ പാല് ഞാനൊരു 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഉപയോഗിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 കപ്പ് അവൽ നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയിട്ട് കൊണ്ടുവരാം. ഒന്ന് കുതിർന്നാലും കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിനകത്തൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കുതിരൽ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. നമ്മുടെ പോഹ അതേ നോക്കിയേ, അവൽ കഴുകി ഊറ്റി വെച്ചിരിക്കുവാണ്. അപ്പോൾ കുറച്ച് ചുരുങ്ങി, അപ്പോൾ കുറച്ച് കുറഞ്ഞതുപോലെ ആയില്ലേ, സാരമില്ല, അത് റെഡിയായി വരും. ഇനിയൊന്ന് നമ്മൾ താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ വെച്ചിട്ടാണ് നമ്മൾ താളിക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യിൽ തന്നെ താളിക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കടുക് ആദ്യം, അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ വേണം. എങ്കിലും അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ കൂടി ചേർക്കാം. ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ മുഴുവൻ ഉഴുന്ന്. ഇതിപ്പോൾ ഹോൾ ആയിട്ടുള്ളതാണ് ഇരിക്കുന്നത്, സ്പ്ലിറ്റ് അല്ല. മുഴുവൻ ഉഴുന്ന് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ നിറച്ചെടുത്തു. അതോടൊപ്പം ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇനി കുറച്ച് ഇതെല്ലാം പാകത്തിന് മൂത്ത് തുടങ്ങുമ്പോൾ പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ആ ഒരു ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ആഹാ, നല്ല മണം. ഈ നെയ്യിലിങ്ങനെ താളിക്കലൊക്കെ വരുമ്പോൾ എന്താ മണം എന്നറിയാം. കളറൊക്കെ മാറി തുടങ്ങി. തീ ഒരൽപ്പം കുറയ്ക്കാം. പച്ചമുളക് കുറച്ച് കൂടുതലിടുകയാണ്. ഒരു 6 7 8 എണ്ണം ഇടാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, ഗാർലിഷ്, ഇനി ഓരോന്നോരോന്നായിട്ട് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞതും. ഇതൊരു 2 വലിയ പച്ചമുളകായിരുന്നു, അത് വട്ടത്തിന് അരിഞ്ഞത്. ഇതെല്ലാം ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് വാടി കളറെല്ലാം മാറി വരണം. അപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് വേറൊരു പ്രധാന കാര്യം, കപ്പലണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് പിളർന്ന കപ്പലണ്ടിയാകാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഹോൾ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 1/2 കപ്പെന്ന് പറയാം, ഏകദേശം കപ്പലണ്ടി ചേർത്തു. മുഴുവൻ കപ്പലണ്ടിയാണ്.
ഇതിന് പകരം കാഷ്യൂ നട്ട്സ് അണ്ടിപ്പരിപ്പാണെങ്കിൽ അത് രണ്ടായിട്ട് മുറിച്ചിട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും കാര്യങ്ങൾ ഇടാനുണ്ട്. ഇതൊന്ന് ഓരോന്നിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കപ്പലണ്ടിയുടെയും കൂടെ നിറം ഒന്ന് മാറി വരട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ച് വരാം. അതുവരെ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. കപ്പലണ്ടിയുടെയും നിറം മാറി തുടങ്ങി. ഇനി ഉള്ളി, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി ചെറുതായി നിറം മാറാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. തീ നന്നായിട്ട് കുറച്ചു. ഇനി ഇതിലേക്ക് ക്യാരറ്റ്സ്, ഇത് ആവശ്യാനുസരണം ഇടാം. ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പോളം, 1/2 മുതൽ 1/4 കപ്പ്, അല്ലെങ്കിൽ ഒരു ക്യാരറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ്. കഴിഞ്ഞു. അത് അങ്ങനെ ഭയങ്കരമായിട്ട് വാടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിങ് അത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യുന്നു. അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. ഈ ക്യാരറ്റ് ഇട്ട ഉടനെ തന്നെ തീ ഓഫ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നമ്മുടെ തൈര് സാദത്തിൻ്റെ പ്രധാന മിക്സ് എല്ലാം റെഡി. ഇനി ഇതിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ താളിച്ചെടുത്ത കാര്യങ്ങളെല്ലാം തണുക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി. ഇനി തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ്, നന്നായിട്ട് ഇപ്പോൾ 2 കപ്പുണ്ട്, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്കാണ് നമ്മുടെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന 2 കപ്പ് അവലാണ്, വെള്ള അവൽ പാർട്ടും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ ഇച്ചിരി തിക്കായി. ഇനി ഇതിനനുസരിച്ചിട്ടാണ് പാല് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാല്. അല്ലെങ്കിൽ തൈര് ഒരുപാട് അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. എങ്കിലും തൈരിൻ്റെ പുളി ഒരുപാട് ആകാണ്ടിരിക്കാനും ഈ പാലൊഴിക്കുന്നത് നല്ലതാണ്. ഇതും മിൽക്കി മിസ്റ്റിൻ്റെ പാല് തന്നെയാണ്, ഞാൻ പാക്കറ്റിൽ നിന്നും എടുത്തു വെച്ചതാണ്. ഒരു തൈര് സാദം നമുക്കിങ്ങനെ കോരി കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്കാണ് എടുക്കേണ്ടത്. ആഹാ, കാണുമ്പോൾ തന്നെ അറിയാലോ എന്ത് ടേസ്റ്റാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. കാര്യം അവൽ എന്തായാലും ആ ഈർപ്പം വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ പാലൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് പാലൊഴിച്ചുകൊണ്ടേ ഇരിക്കാം, എത്ര വേണമെങ്കിലും. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തു. ഇനി പോരാത്ത ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഒരല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കരി ഇരുന്ന് കുറുകും എന്തായാലും. ആഹാ, ഇതൊരു ചെറിയ ലൈറ്റൊരു ഓറഞ്ചിഷ് കളർ കയറുന്നുണ്ട്. കാര്യം അത് ക്യാരറ്റിൻ്റെ കളറാണ്. ഇതിൽ നമ്മളിപ്പോൾ ബീട്രൂട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു പിങ്ക് കളറിലേക്ക് മാറും. അത് നാച്ചുറൽ കളേഴ്സാണ് ഇതൊക്കെ, ആർട്ടിഫിഷ്യൽ അല്ല. അങ്ങനെ നമ്മുടെ പോഹ തൈര് സാദം അഥവാ അവൽ തൈര് സാദം ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഒരല്പം, 1/2 ടീസ്പൂൺ, ജസ്റ്റ് ഒരു ബാലൻസിങ്, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ചുകൂടി കളർഫുള്ളാകും. അലങ്കാരത്തിന് ഇച്ചിരി മാറ്റി വെച്ചിട്ട് ബാക്കി ചേർക്കാം. അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഇത് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി പാല് ചേർത്താൽ മതി എക്സ്ട്രാ. ഇത് നോക്കിയേ, എന്ത് എളുപ്പമല്ലേ, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. യമ്മി, ഭയങ്കര ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. തൈരിലൊക്കെ ധാരാളം പ്രോബയോട്ടിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പോഹ അഥവാ അവൽ വളരെ നല്ലതാണ്. വയറൊക്കെ നല്ല പെട്ടെന്ന് നിറയുകയും ചെയ്യും, എന്നാൽ ബ്ലോട്ടഡ് ആവുകയില്ല. പിന്നെ കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്, പ്രോട്ടീനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നട്ട്സൊക്കെ വേണമെങ്കിൽ വേറെയും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ അവൽ തൈര് സാദം സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം.
വളരെ കളർഫുള്ളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഹെൽത്തി കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ്സിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് ചെയ്തത്, അതിടാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഭയങ്കര എക്സോട്ടിക് ആയിട്ടൊന്നും വേണ്ട, പക്ഷേ കാണാൻ നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. കഴിക്കാൻ തോന്നുന്ന രീതിയിൽ സിംബോളിക്കായിട്ട് അലങ്കരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് വെച്ചിട്ട് അലങ്കരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പൊമോഗ്രാനൈറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ മുത്ത് ജുവൽ എന്തെങ്കിലും ജുവൽസൊക്കെ, നമ്മുടെ നല്ല പ്രഷ്യസ് സ്റ്റോൺസൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഭംഗിയായിട്ട് വയ്ക്കാം. അങ്ങനെ കാണാനും സുന്ദരിയായ ഒരു തൈര് സാദം. എന്തായാലും ഇതിനകത്ത് മാതളമൊക്കെ ഇട്ടല്ലേ അലങ്കരിച്ച്. ഈ മാതളം നമുക്ക് വേണമെങ്കിൽ ഉള്ളിലും ചേർക്കാം. നമ്മളിപ്പോൾ ക്യാരറ്റ്സൊക്കെ ഇട്ടതുപോലെ ഒരു മാതളത്തിൻ്റെ പകുതിയോ ഫുള്ളോ വേണമെങ്കിലും ഇതിപ്പോൾ ഹാഫ് മതിയാകും. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ മാതളവും കിട്ടും, ക്യാരറ്റും കിട്ടും. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ സ്വാദ്. പക്ഷേ നല്ല തണുപ്പിച്ച് കഴിക്കും. ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, വലിയൊരു പാർട്ടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് തൈര് സാദമായിട്ട് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. അതല്ലാതെ ഡെയിലി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ദിവസത്തെ ഒരു നേരത്തെ മീൽ വേണമെങ്കിൽ ഇത് നല്ല തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും പരീക്ഷിക്കാൻ മറക്കണ്ട, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ വളരെ സിമ്പിളായിട്ടൊരു പുഡിങ്ങാണ്, പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഭയങ്കര എക്സോട്ടിക് ആയിട്ട് മാറും. അത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ല തണുപ്പിച്ച് നല്ല ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യുക. രണ്ടാമത്തേതാണെങ്കിലും അതിനെക്കാട്ടിലും എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മുടെ തൈര് സാദം. ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ പോഹ അല്ലെങ്കിൽ അവൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ തീന്മേശപ്പുറത്ത് വിളമ്പുമ്പോൾ തൈര് സാദം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി റൈസോ അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിക്കുക, നമ്മുടെ പൊന്നിയരി ചോറിലൊക്കെ. ഇതൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടവും ആകും. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.